ഇടുക്കി ചിന്നക്കനാലിൽ ആനയിറങ്കലിന്റെ സൗന്ദര്യം ആസ്വദിക്കാനെത്തുന്ന സഞ്ചാരികളുടെ എണ്ണം കുറഞ്ഞു. ബോട്ടിംഗ് നിലച്ച് 3 വർഷം പിന്നിട്ടിട്ടും അത് പുനരാരംഭിക്കാൻ നടപടിയില്ലാത്തതും പ്രതിസന്ധിയാകുന്നുണ്ട്. കരയിൽ കയറ്റിയിട്ടിരിക്കുന്ന ബോട്ടുകൾ തുരുമ്പെടുത്ത് നശിക്കുകയാണ്. ബോട്ടിങ്ങിനെ ആശ്രയിച്ച് വ്യാപാരം നടത്തിയിരുന്ന ചെറുകിട കച്ചവടക്കാരും ഇതുമൂലം പ്രതിസന്ധിയിലാണ്. പ്രകൃതി ഭംഗി കൊണ്ട് സഞ്ചാരികളുടെ മനം കവർന്ന ആനയിറങ്കൽ ജലാശയം ഒരു കാലത്ത് ആയിരക്കണക്കിന് സഞ്ചാരികൾ എത്തിയിരുന്ന പ്രധാന വിനോദസഞ്ചാര കേന്ദ്രം. എലിഫന്റ് അബോർഡ് ബോട്ടിംഗ് സെന്റർ എന്ന പേരിൽ പ്രവർത്തിച്ചിരുന്ന ബോട്ടിംഗ് കേന്ദ്രമാണ് 3 വർഷമായി അടഞ്ഞുകിടക്കുന്നത്. വന്നിട്ട് ഇവിടെ എല്ലാവരും തിരിച്ചു പോകുന്നുണ്ട്. തിരിച്ചു പോയാൽ ഇത്ര പേരും തിരിച്ചു പോയാൽ നമ്മുടെ പെരുമുടി നഷ്ടക്കണക്കിൽ ഒരുപാട് നഷ്ടമുണ്ടാകും. ആൾക്കാർ വന്ന ടൂറിസ്റ്റ് സെന്റർ തുടങ്ങിയ പെരുമുടി നല്ല ലാഭം കിട്ടും, പഞ്ചായത്തിൽ ലാഭം കിട്ടും, ഒത്തിരി പേർക്ക് പണിയും കിട്ടും. ഉടനെ ഇതിനു വേണ്ടി പെട്ടെന്ന് ബോട്ടിങ് തുടങ്ങാൻ വേണ്ടി ഒരു അഭിപ്രായം ചെയ്തു വെക്കും ഗവൺമെന്റ് വേണ്ടി ചോദിക്കും. ബോട്ട് ഓടിക്കുന്നതും ആനയ്ക്ക് ഒരു പ്രശ്നമില്ല. ബോട്ട് വെള്ളത്തിൽ ഓടുന്നില്ലേ, ഗസ്റ്റുകൾ അതിനു വേണ്ടിയില്ലേ ഗസ്റ്റുകൾ പറഞ്ഞത്, ആനയെ കാണാനല്ലേ പറഞ്ഞത്. അതുകൊണ്ടാണ് ഗസ്റ്റുകൾ പറയാൻ ആനയ്ക്ക് ഇതും ബോട്ട് ഓടിക്കുന്ന ഒരു ശല്യമൊന്നുമില്ല. ബോട്ടിംഗ് നിലച്ചതോടെ ബോട്ടുകളെല്ലാം കരയിൽ കയറ്റിട്ടിരിക്കുകയാണ്. വർഷങ്ങളായി ഉപയോഗിക്കാതെ കിടന്നതോടെ പല ബോട്ടുകളും തുരുമ്പെടുത്ത് നശിക്കുന്ന അവസ്ഥയിലാണ്. ബോട്ടിംഗ് നിലച്ചതോടെ സഞ്ചാരികളുടെ വരവും കുറഞ്ഞു. ഇതോടെ ബോട്ടിംഗ് സെന്ററിന് സമീപം വലിയ പ്രതീക്ഷകളോടെ വ്യാപാര സ്ഥാപനങ്ങൾ ആരംഭിച്ച ചെറുകിട കച്ചവടക്കാരും പ്രതിസന്ധിയിലായി. ബോട്ടിംഗ് പുനരാരംഭിച്ച് ആനയിറങ്കലിന്റെ ടൂറിസം മേഖലയ്ക്ക് ഉണർവ് നൽകണമെന്നാണ് നാട്ടുകാരുടെയും വ്യാപാരികളുടെയും ആവശ്യം. വന്നിട്ട് ഇവിടെ എല്ലാവരും തിരിച്ചു പോകുന്നുണ്ട്. തിരിച്ചു പോയാൽ ഇത്ര പേരും തിരിച്ചു പോയാൽ നമ്മുടെ പെരുമുടി നഷ്ടക്കണക്കിൽ ഒരുപാട് നഷ്ടമുണ്ടാകും. ആൾക്കാർ വന്ന ടൂറിസ്റ്റ് സെന്റർ തുടങ്ങിയ പെരുമുടി നല്ല ലാഭം കിട്ടും, പഞ്ചായത്തിൽ ലാഭം കിട്ടും, ഒത്തിരി പേർക്ക് പണിയും കിട്ടും. ഉടനെ ഇതിനു വേണ്ടി പെട്ടെന്ന് ബോട്ടിങ് തുടങ്ങാൻ വേണ്ടി ഒരു അഭിപ്രായം ചെയ്തു വെക്കും ഗവൺമെന്റ് വേണ്ടി ചോദിക്കും. ബോട്ട് ഓടിക്കുന്നതും ആനയ്ക്ക് ഒരു പ്രശ്നമില്ല. ബോട്ട് വെള്ളത്തിൽ ഓടുന്നില്ലേ, ഗസ്റ്റുകൾ അതിനു വേണ്ടിയില്ലേ ഗസ്റ്റുകൾ പറഞ്ഞത്, ആനയെ കാണാനല്ലേ പറഞ്ഞത്. അതുകൊണ്ടാണ് ഗസ്റ്റുകൾ പറയാൻ ആനയ്ക്ക് ഇതും ബോട്ട് ഓടിക്കുന്ന ഒരു ശല്യമൊന്നുമില്ല. ബോട്ടിംഗ് ഇല്ലാതായതോടെ സഞ്ചാരികളുടെ വരവ് കുറഞ്ഞു. ഇതിനെ ആശ്രയിച്ച് കച്ചവടം നടത്തുന്ന ഞങ്ങൾ വലിയ പ്രതിസന്ധിയിലാണെന്നും വ്യാപാരികളും പ്രതികരിക്കുന്നു. ഈ ആനയിറങ്ങലിലെ ബോട്ടിംഗ് പ്രതീക്ഷിച്ചാണ് ശരിക്കും ഞങ്ങൾ ഈ ഒരു സ്ഥാപനം ഇവിടെ തുടങ്ങിയത്. പക്ഷെ ബോട്ടിംഗ് നിന്നതോടുകൂടി ഇവിടെ വളരെ പ്രതിസന്ധിയിലാണ്. ദിവസവും ഒരു 50 പേര് പോലും ഇവിടെ കയറി വരാത്ത ഒരവസ്ഥയിലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഇവിടെയുള്ള കട നടത്തുന്ന മറ്റുള്ള സ്ഥാപനക്കാർക്കും എല്ലാവർക്കും തന്നെ, പാർക്കിലുള്ളവർ എല്ലാവർക്കും വളരെ ബുദ്ധിമുട്ടാണ്. ഇത് ഓണത്തോടനുബന്ധിച്ച് ഈ ബോട്ടിംഗ് ഒന്ന് പുനരാരംഭിച്ചിരുന്നെങ്കിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുള്ള കാര്യമായിരുന്നു. ബോട്ടിംഗ് എത്രയും വേഗം പുനരാരംഭിക്കണമെന്നാണ് ആവശ്യം. വെള്ളത്തിലിറങ്ങാതെ കരയിൽ നശിക്കുന്ന ബോട്ടുകൾ, സഞ്ചാരികളില്ലാതെ പ്രതിസന്ധിയിലായ വ്യാപാരികൾ. ആനയിറങ്കലിൽ ബോട്ടിംഗ് പുനരാരംഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.